നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണയിൽ റോഡ്രിയുടെ ജേഴ്സി നമ്പർ എത്രയായിരിക്കും എന്നുള്ളത് തീരുമാനമായിട്ടുണ്ട്, കൺഫേംഡ് ആണ്. ഇപ്പോൾ ഫെർമിൻ അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ 7 മാറുകയാണ്. അപ്പോൾ 16 നമ്പർ റോഡ്രിക്ക് തന്നെ ലഭിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റോഡ്രിയും ഫെർമിനും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 16 നമ്പർ റോഡ്രിക്ക് നൽകാൻ വേണ്ടി തീരുമാനമായി. ബാഴ്സലോണയിലെ 16 നമ്പർ അദ്ദേഹം ധരിക്കും, ഫെർമിൻ 7 നമ്പറിലേക്ക് സ്വിച്ച് ചെയ്യും. അതോടുകൂടി റോഡ്രി വിൽ മെയിൻറ്റെയിൻ ഈസ് ഐക്കോണിക് 16. അദ്ദേഹത്തിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള 16 നമ്പർ ജേഴ്സി തന്നെ റോഡ്രി അണിയുന്നത് തുടരും. ഏതായാലും റോഡ്രി അധികം വൈകാതെ ഒഫീഷ്യലാവും അദ്ദേഹത്തിൻ്റെ സൈനിങ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. ഇനി മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് അറിയണം. നിങ്ങൾക്കറിയോ, ബാഴ്സലോണയിലേക്ക് ബാലൻഡിയോർ നേടിയ ഒരു താരം, ഓൾറെഡി ബാലൻഡിയോർ നേടിയ ഒരു താരം ഇതിനു മുമ്പ് വന്നത് എപ്പോഴാണെന്ന്? അത് സാക്ഷാൽ യോഹാൻ ക്രൈഫാണ്. യോഹാൻ ക്രൈഫിന് ശേഷം ആദ്യമായിട്ടാണ് ഓൾറെഡി ബാലൻഡിയോർ നേടിയൊരു താരം ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. റോഡ്രി സെറ്റ് ടു ബിക്കം ഓൺലി ദി സെക്കൻഡ് പ്ലെയർ ഇൻ ബാഴ്സലോണ ഹിസ്റ്ററി ടു ജോയിൻ ദി ക്ലബ് ഹാവിംഗ് ഓൾറെഡി വൺ ദി ബാലൻഡിയോർ. ഇതിന് മുമ്പാണെങ്കിൽ യോഹാൻ ക്രൈഫാണ്. അദ്ദേഹം 1971 അയാക്സിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലൻഡിയോർ നേടിയിരുന്നു. എന്നിട്ട് 1973 അദ്ദേഹം ബാഴ്സലോണയിലേക്ക് സൈൻ ചെയ്തു. അതെ, യോഹാൻ ക്രൈഫിന് ശേഷം ഒരേ ഒരു റോഡ്രി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.